നമസ്കാരം. ഇതാ നിങ്ങളെ തേടി വരുന്നു ഒരു പുതിയൊരു ഭാഗ്യം. ഇതിനാണെങ്കിൽ 5 പൈസ ചെലവ്. 5 പൈസ പോലും മുടക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഈ സമ്മാനം കിട്ടിയ ഒരാളെ കാണിച്ചു എന്നിട്ട് പറയാൻ ബാക്കി അനുഭവസ്ഥനാണ് പറയുന്നത്. ഇതാ ഈ ഇരിക്കുന്ന ആൾക്ക് തന്നെയാണ് സമ്മാനം കിട്ടിയിരുന്നത്. 5 പൈസയുടെ ടിക്കറ്റ് എടുക്കാതെ ഒരു ലോട്ടറി ഭാഗ്യം. ടിക്കറ്റ് എടുക്കാൻ പോകണ്ട, അത് സൂക്ഷിച്ചു വെക്കേണ്ട, പത്രത്തിൽ റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ട, അത് കഴിഞ്ഞ് റിസൾട്ടുമായി ഒത്തുനോക്കി കണ്ണ് കഴിക്കേണ്ട. എന്തൊരു മറിമായമെന്ന് നിങ്ങൾ ചിന്തിക്കും. ഇതൊരു അനുഭവസ്ഥനാണ് പറയുന്നത്. കേരള സർക്കാരിൻ്റെ GST വകുപ്പ് തയ്യാറാക്കിയുള്ള ഒരു ആപ്പുണ്ട്, ലക്കി ബിൽ ആപ്പ്. അത് നമുക്ക് കടയിൽ കിട്ടുന്ന ഓരോ ബില്ലുകളും GST ബില്ലുകൾ, എസ്റ്റിമേറ്റ് ഒന്നും പോരാ, GST ബില്ലുകൾ അപ്ലോഡ് ചെയ്യും. നിരന്തരം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒടുവിൽ നിങ്ങൾക്ക് ഭാഗ്യം വരുന്ന സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യത്തിൽ പല സംഭവങ്ങളുണ്ട്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുണ്ട്, വനശ്രീ ഉൽപ്പന്നങ്ങളുണ്ട്, KTDC നമുക്ക് 3 ദിവസത്തെ താമസ സൗകര്യം കിട്ടും, വലിയ പ്രതിമാസ നറുക്കെടുപ്പുണ്ട്, ബമ്പർ നറുക്കെടുപ്പുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഒരു ബില്ല് കാരണമായേക്കാം. ഒരു ബില്ല് തന്നെ പലതരം വിവിധ നറുക്കെടുപ്പുകൾക്ക് പരിഗണിക്കും എന്നൊരു മെച്ചമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്, എങ്ങനെ ഈ ലക്കി ബിൽ എന്ന ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അതിലെങ്ങനെ ബില്ലുകൾ അപ്ലോഡ് ചെയ്യും, എങ്ങനെ അതിൻ്റെ സമ്മാന വിവരങ്ങൾ അറിയും എന്നീ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആദ്യം മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കുക. അതിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ചേർക്കുക. OTP കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പിന്നുണ്ടാക്കലാണ്. ഒരു 4 പിന്ന്. അത് കൺഫേം ചെയ്യും വേണം. ആദ്യം ഒന്ന് കൊടുക്കുക, വീണ്ടും കൺഫേം ചെയ്യാം. നമ്മൾ സ്വന്തമായിട്ട് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഗാലറിയിൽ നിന്നുള്ള ബില്ലാണ്. പലപ്പോഴും നമുക്ക് ബില്ലുകൾ കിട്ടുമ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് വയ്ക്കുകയുള്ളൂ, നമുക്ക് ആ സമയത്തിന് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഗാലറിയിൽ നമ്മൾ ആ ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഹോട്ടലിനൊക്കെ കിട്ടുമ്പോൾ പ്രത്യേകിച്ച് നമുക്കത് പേയ്മെൻറ്റിന് മുമ്പ് എടുത്ത് വയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ആ റൊട്ടേറ്റ് അവിടെ കൊടുക്കുന്നതല്ലേ, റൊട്ടേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ എല്ലാ ഭാഗവും കിട്ടാവുന്ന രീതിയിൽ ക്രോപ്പ് ചെയ്യാണ്. ക്രോപ്പ് കഴിഞ്ഞാൽ മുകളിൽ വലതു ഭാഗത്ത് കാണുന്ന ക്രോപ്പ്, ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ 2 പാർട്ടായിട്ട് കാണിച്ചിട്ട് മൊബൈൽ ഫോണിൻ്റെ താഴെ ഭാഗം മുകൾ ഭാഗം കാണിച്ചിരിക്കാൻ നിങ്ങൾക്ക് സൗകര്യം വേണ്ടിയിട്ട്. ഇനി ഇവിടെ കാണുന്ന ക്രോപ്പിലാണ് നമ്മളതെല്ലാം കഴിഞ്ഞ് അമർത്തുക. ആ ക്രോപ്പിൽ അമർത്തി അടുത്തത് ഡയറക്റ്റായിട്ട് നമ്മൾ സാവകാശം വീട്ടിൽ കിട്ടിയ ഒരു ബില്ല് എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നു, ടിക്ക് കൊടുത്തു. ആ ടിക്ക് കൊടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കണം, അത് ക്രോപ്പ് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ക്രോപ്പിൽ അമർത്തുന്നത് കണ്ടോളൂ. അതിലുള്ള മറ്റു കാര്യങ്ങൾ, അതിൽ GST നമ്പർ വേണം. അതവിടെ വന്നിട്ടുണ്ട്, അത് കാണാം. 32A എന്നുള്ള സാധനം കാണാനുണ്ട്. പിന്നെ 57010 അതൊരു ഇൻവോയ്സ് നമ്പറാണ്, അത് നമ്മൾ ടൈപ്പ് ചെയ്യണം. ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ആ ഡേറ്റ് 25/11/2022 അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമ്മൾ ആ എമൗണ്ട് അവിടെ തെറ്റായിട്ടാണ് ഉണ്ടായത്, അത് മായ്ച്ച് കളഞ്ഞിരുന്നു. 4136 രൂപയാണ് ടോട്ടൽ ബില്ല് എമൗണ്ട്. അതും കൊടുത്തു. ഇത് അവിടെ ഇനി വേണമെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. ബില്ല് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. 21 ബില്ല് ഉണ്ട് ഇവിടെ, അതോടെ കാണും. മൊത്തത്തിൽ ലിസ്റ്റ് കാണും. ഏതെങ്കിലും ഒന്ന് നമുക്ക് AP ലൈഫിൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അങ്ങനെ വരാറില്ല സാധാരണഗതിയിൽ. അത് ഡിലീറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ എമൗണ്ടിലോ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ആപ്പിനെ കുറിച്ച് കുറച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി ഇവിടെ തരാം. ഒന്നാമതായി നമ്മൾ ആപ്പ് തുറക്കുമ്പോൾ ഹോമിൽ തന്നെ വിന്നേഴ്സിൻ്റെ പേരുണ്ട്, പ്രൈസസ് ഉണ്ട്, റിവാർഡ്സ് ഉണ്ട്, FAQ ഉണ്ട്. ഈ FAQ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതുതരം ബില്ലുകളാണ്. ഞാനിവിടെ വളരെ കുറഞ്ഞ എമൗണ്ടിൻ്റെ ബില്ലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 200 രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾക്കാണ് ഈ ഒരു നറുക്കെടുപ്പിലേക്ക് സാധ്യത ഉള്ളൂ. പിന്നെ എത്ര വലിയ എമൗണ്ടും ആവാം. അതൊക്കെ FAQയിൽ വായിച്ചാൽ മനസ്സിലാവും. അതിൽ കുറേ നിബന്ധനകളുണ്ട്. ഇന്ത്യക്കാർക്ക് മാത്രമാണ് ഇന്ത്യൻ കടകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉള്ള ബില്ല്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്.
അതുപോലെ ഈ ആപ്പിൽ മൈ റിവാർഡ്സിൽ പോയാൽ നമ്മൾക്ക് എങ്ങനെ അറിയാം? ഡെയിലി നറുക്കെടുപ്പുണ്ട്, ആഴ്ചയിൽ നറുക്കെടുപ്പുണ്ട്, പ്രതിമാസ നറുക്കെടുപ്പുണ്ട്, പിന്നെ ബമ്പർ നറുക്കെടുപ്പുണ്ട്. ഈ ഡെയിലി നറുക്കെടുപ്പിൽ നമുക്ക് വനശ്രീയുടെയും കുടുംബശ്രീയുടെയും ഉൽപ്പന്നങ്ങളാണ് കിട്ടുക. അത് നമ്മുടെ കൊറിയർ അഡ്രസ്സിൽ അയച്ചു തരും. പ്രതിവാര നറുക്കെടുപ്പിൽ കിട്ടുന്നത് KTDCയുടെ റിസോർട്ടുകളിലുള്ള താമസ സൗകര്യമാണ്. 3 പകലും 2 രാത്രിയും സൗജന്യമായിട്ട് താമസിക്കാം. അവിടെ ഭക്ഷണത്തിനൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്, വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടെ പറയുന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ അപ്ലോഡ് ചെയ്ത ദിവസത്തെ ബില്ലുകൾ നോക്കിയാൽ ഈ ഡെയിലി നറുക്കെടുപ്പിലുണ്ടോയെന്നറിയാം, പ്രതിവാര നറുക്കെടുപ്പിലുണ്ടോയെന്നറിയാം. ഇനി അതൊന്നും നോക്കിയില്ലെങ്കിൽ തന്നെ നമുക്ക് മൈ റിവാർഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അവിടെ വന്നിട്ടുണ്ടാവും. നമ്മൾക്ക് നമ്മുടെ പേര് അഭിസംബോധന ചെയ്തുകൊണ്ട് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ ഈ പ്രത്യേകിച്ചും ഇതിനൊരു കോഡുണ്ട്. അതെല്ലാത്തിനും ഉണ്ടോയെന്ന് അറിയില്ല. ഈ പ്രതിവാര നറുക്കെടുപ്പിൻ്റെ കോഡ് നമ്മൾ ഇമെയിലിൽ അത് കോഡ് ചെയ്തിട്ട് ഇവർക്ക് അയക്കണം. അതിൻ്റെ ഇമെയിൽ അഡ്രസ്സൊക്കെ ഉണ്ടാവും, ഫോൺ നമ്പറും ഉണ്ട്. KTDCയുടെ സ്ഥാപനങ്ങളുടെ അതിൻ്റെ സെൻട്രൽ സ്റ്റേഷൻ ഉണ്ട്. അവിടേക്കുള്ള കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് എവിടെയാണ് വേണ്ടത്. കുമരകമുണ്ട്, അതുപോലെ മൂന്നാറുണ്ട്, തേക്കടിയുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് നമ്മുടെ കേരളത്തിൽ. 10 താഴെ റിസോർട്ടുകളുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ എവിടേക്ക് കാണിച്ച് നമുക്ക് താല്പര്യപൂർവ്വം ഡേറ്റൊക്കെ മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ആൾക്കാരുടെ കൂടെയുള്ള എണ്ണം പറഞ്ഞിട്ട് ശരിക്കും 2 മുതിർന്നവർക്കും 2 കുട്ടികൾക്കുമാണ്. 3 മുതിർന്നവരെയും അനുവദിക്കുന്നുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ബില്ലുകളുടെ കാര്യം ഇവിടെ ഒരു 87 രൂപയുടെ ബില്ല് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അത് സത്യത്തിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാമെന്നേ ഉള്ളൂ. പിന്നെ GST നമ്പർ വേണം. GST നമ്പർ ഇല്ലാത്ത ബില്ലും കൊടുക്കാം, പക്ഷേ അതൊന്നും പരിഗണിക്കുന്നവ ഏതൊക്കെയെന്ന് വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ FAQലുണ്ട്. വിശദമായിട്ട് നല്ല ശുദ്ധമായ മലയാളത്തിൽ വ്യക്തമായി വായിക്കാൻ പറ്റും ആപ്പിൽ തന്നെ. കാരണം ഇവിടെ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. നിർത്തിയിട്ട് കാണിച്ചാൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഒരു GST ബില്ല് കിട്ടുമ്പോൾ അത് ഫോട്ടോ എടുത്ത് ഗാലറിയിൽ സൂക്ഷിക്കുന്നു. ആ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നൊരു വിധമുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ബില്ല് കിട്ടി, വീട്ടിൽ നമ്മൾ സ്വസ്ഥമായിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത്, അതായത് ആപ്പ് തുറന്ന് ഈ ലക്കി ബിൽ ആപ്പ് തുറന്ന് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇവിടെ സാധാരണഗതിയിൽ വെറുതെ ഫോട്ടോ എടുത്താൽ തന്നെ അതിൻ്റെ GST നമ്പർ 4 കാര്യമാണ് പ്രധാനമായിട്ട് വേണ്ടത്. GST നമ്പർ, പിന്നെ ഇൻവോയ്സ് നമ്പർ അല്ലെങ്കിൽ ബിൽ നമ്പർ, പിന്നെ ഇൻവോയ്സ് ഡേറ്റ് അല്ലെങ്കിൽ ബില്ലിൻ്റെ ഡേറ്റ്, പിന്നെ ടോട്ടൽ എമൗണ്ട്. ഈ 4 ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഇതിൽ വരുന്നുണ്ട്. അത്രയും കേമപ്പെട്ടൊരു ആപ്പാണത്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ക്ലാരിറ്റി പ്രശ്നം, വെളിച്ചത്തിൻ്റെ പ്രശ്നം എന്തെങ്കിലും കാരണം ചിലപ്പോൾ ഇത് കാണില്ല. അവിടെ നമ്മുടെ ഈ 4 ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ടൈപ്പ് ചേർക്കാനുള്ള, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് GST നമ്പർ ആകുമ്പോൾ ഒരു വലിയ സംഖ്യയാണ്, വലിയ അക്കങ്ങളും അക്ഷരങ്ങളൊക്കെ ചേർന്ന വലിയ സംഭവമാണ്. അത് ഇത്തിരി പാടാണ്. അത് വന്നില്ലെങ്കിൽ എങ്കിലും നോക്കി അടിക്കാം. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ച് നോക്കി അടിച്ചാൽ ഒരു കുഴപ്പമില്ലാണ്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത ഇത് ആപ്പ് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം സാധാരണ ഇതിൽ വരില്ല. എഡിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യണം. നമ്മൾ 2 പേരെ വീട്ടിലെ 2 പേരുടെ പേരിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എൻ്റെ ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 2-ൽ നിന്ന് ഒരേ ബില്ല് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ അടിക്ക് തന്നെ ഈ ബില്ല് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേറൊരാൾ, അല്ലെങ്കിൽ മറ്റൊരു ആപ്പിൽ അപ്ലോഡ് ചെയ്തുള്ള വിവരം അവിടെ കിട്ടും. അത് തിരിച്ചു വരും. അപ്പോൾ യാതൊരു കാരണവശാലും വില കുറഞ്ഞ 200 രൂപയ്ക്ക് കുറഞ്ഞ ബില്ലുകൾ അപ്ലോഡ് ചെയ്യാൻ തന്നെയുള്ളൂ. അതിന് ഗുണമില്ല. അതിന് നറുക്കെടുപ്പിൽ അത് പരിഗണിക്കില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ GST നമ്പർ ഇല്ലാത്ത ബില്ലൊക്കെ വേണിച്ച് അപ്ലോഡ് ചെയ്യാം. നമ്മുടെ പല ബില്ലുകളും ചിലപ്പോൾ മാഞ്ഞു പോകുന്ന തരം ബില്ലുകളൊക്കെ ആയിരിക്കും കുറേ കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ പിന്നെ അതുപോലെ സൂക്ഷിച്ച് വയ്ക്കണം. അതൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഡൗൺലോഡ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ കണ്ടു. ഞാനത് നോക്കിയിട്ടില്ല, നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭാഗ്യം ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടില്ല, എങ്ങനെയാണ് ഈ ലക്കി ബിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിലെങ്ങനെയാണ്
ഈ ബില്ലുകൾ അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ നറുക്കെടുപ്പ് ഫലം കാണുക, എങ്ങനെയാണ് അത് നറുക്കെടുപ്പ് ഫലം കിട്ടിയാൽ അതെങ്ങനെയാണ് നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്, അത്ര എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ അറിവ് നൽകുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനൽ പൊതുവെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ച് എന്ന അല്ലെങ്കിൽ ഇതൊരു മൊബൈലുമായിട്ടൊന്നും വലിയ ബന്ധങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പുതിയ സംരംഭമാണ്. അതായത് വാട്സപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കുറേ പരിചയക്കുറവുള്ള ആൾക്കാർക്ക് അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അവരുടെ വീട്ടിലുള്ള ആൾക്കാരുടെ സൗകര്യങ്ങൾ സഹായങ്ങൾ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കുമെന്ന് അറിയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ചാനലിലെ ഈ വീഡിയോ സീരീസ്. അതുകൊണ്ട് ചെറുപ്പക്കാരായ കാഴ്ചക്കാരെ ഇത് അവർക്ക് ബാധിക്കുന്നതല്ല എന്ന് കരുതാതെ അവരുടെ മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. നമസ്കാരം.